കൊട്ടയൊക്കെ എടുത്തിട്ട് ഇതാ നമ്മളെ കാപ്പീൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും എനിക്ക് കാപ്പി ഇറക്കാൻ ഇറങ്ങിയാന്ന്. കാപ്പിയറി ഉണ്ട്, കാപ്പിയറി തുടങ്ങിയിട്ടില്ല. നമ്മൾ അടുത്ത ആഴ്ച തുടങ്ങും, ഈ ആഴ്ചയും തുടങ്ങാൻ ആഴ്ച നടന്നില്ല. ഇന്നത്തെ പരിപാടി നമുക്ക് കുറച്ച് ഏലം പറിച്ചെടുക്കാണ്ട്. ഇതാ നമ്മളെ വീഡിയോയിൽ കുറേ ദിവസമായി ഇപ്പോൾ വന്നിട്ട്. ഇന്ന് സ്കൂൾ ലീവാ. ഇലക്ഷൻ ആയതുകൊണ്ട് ഇന്നലെ ലീവ്, മിനിഞ്ഞാന്ന് ലീവ് അല്ലേനോ, ഇന്നും ലീവാണ്. അപ്പൊ കെങ്ങ ലീവ് ആയതുകൊണ്ട് കെങ്ങി രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഓനും ഒരു കൊട്ട എടുത്ത് രണ്ടാളിങ്ങനെ ഇറങ്ങിയതാ. അപ്പൊ നമ്മൾ കാപ്പിത്തോട്ടത്തിലായിട്ടുള്ളത്. അപ്പം ഇതിന് ഇടവേളായിട്ടാണ് നമ്മൾ ഏലം നട്ടിട്ടുള്ളത്. അപ്പൊ ഓരോ ഏലം അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല. കുഞ്ഞുങ്ങളിങ്ങനെ വരേണ്ട അതിനുള്ളിൽ കൂടെ. ഇതാ കെങ്ങന്ന് മാറിക്കൊടുക്കടാ. കെങ്ങ നിന്ന് കഴിഞ്ഞാൽ കെങ്ങ ഫുൾ ബ്ലോക്കാ. അപ്പൊ ഇതാണ് നമ്മളെ ഏലത്തിന്റെ ചെടികൾ കേട്ടോ. ഏലം പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് വലിയ കൃഷിയായിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ മറ്റു കൃഷിയിൽ ചെയ്യുന്ന കൂടെ ഇങ്ങനെ കുറച്ച് ഏലൊക്കെ ചെയ്തു വരുന്നുണ്ട്. അപ്പം ഇതിപ്പോ ഇങ്ങനെയൊക്കെ കാണുമ്പോഴേക്കും കുറച്ച് ഇതെന്താ ഇങ്ങനത്തെ ഏലം, ലാസ്റ്റ് വിളവെടുപ്പാണ്. നമ്മളിപ്പോ ഈ സീസണിൽ ഇപ്രാവശ്യം ഉണ്ടായ ലാസ്റ്റ് വിളവെടുപ്പാണ്. ഇത് കണ്ടോ, നല്ല മൂപ്പായ ഏലങ്ങൾ എങ്ങനെ ഉണ്ടാവും ഏലം മൂത്ത് കഴിഞ്ഞാൽ. അല്ല ഇങ്ങനെയുള്ള ഏലം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറിച്ചെടുക്കലാണ്. ഏലം പറിക്കൽ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. എങ്ങപ്പം ഏലം പറയും തുടങ്ങിട്ടോ. അപ്പം ഒരു ചരം തീർന്നത് അടുത്ത ചരത്തിൽ ഇങ്ങനെ കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ പറി അങ്ങനെയല്ല. നമുക്ക് എന്താ പറയുക, ചെടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇനി അടുത്ത പണി എടുക്കാനായിട്ടുണ്ട്. ഇതിന് വളം ഇട്ടു, ജൈവവളമായിട്ട് നമ്മൾ ചാണകമൊക്കെ ഇട്ട് കൊടുത്ത് ആട്ടിൻകാഷ്ടമൊക്കെ ഇട്ട് കൊടുത്തിട്ട് മണ്ണ് കയറ്റിയിടും. മണ്ണ് കയറ്റിയാൽ അങ്ങനെയല്ല, പൊടിമണ്ണ് ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ആ പണി ഉള്ളതുകൊണ്ടും ഇപ്പം നിലവിൽ കണ്ടില്ല നമ്മൾ കാഴ്ചതൊക്കെ ഉണ്ടായതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മളിതാ ഇങ്ങനത്തെ ചരങ്ങൾ ഇതൊക്കെ നല്ല മൂപ്പായതാണ്, ഇനി മൂപ്പാവാനില്ല. ചരം നമ്മളൊക്കെ മുറിച്ചെടുക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് പറയിലാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുക. അല്ലാത്ത ദിവസമൊക്കെ ഉമ്മയും ഞാനിങ്ങനെ ഒഴിവുള്ള സമയത്ത് ഇതാ ഇതുപോലെയുള്ള മൂപ്പുള്ള ഇല ഇങ്ങനെ പൊട്ടിച്ചത് എല്ലാം മൂപ്പായതാണ്. വേണ്ടിയില്ലേ, ലാസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ നിറവ്യത്യാസം നോക്കണ്ട. അത്യാവശ്യം പച്ചയുള്ളതിൻ്റെ ഇത് കാണിച്ചു തരാം. എല്ലാം മൂത്തിട്ടുണ്ട്, ഇനി നിർത്തുന്നില്ല. കണ്ടോ കറുത്ത കുരു അല്ലേ, നല്ല മൂത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുരുകൾ ഉണ്ടാവും. ഇഷ്ടം പോലെ കുരുകളുണ്ട്. ഏതായാലും അല്ല നല്ല മധുര. അപ്പം എന്ത് ചെയ്യുന്നത്, നമ്മൾ ചരക്ക് അതുപോലെ മുറിച്ചെടുക്കുകയാണ്. മുറിച്ചെടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വരെ കൊണ്ടുപോയിട്ട് നമ്മളിത് ഇന്ന് നല്ല ഏലങ്ങളൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കും. ഓക്കെ, എങ്ങനെ അങ്ങനെ പറിച്ചോ, എന്നാലും ഈ പറിച്ച് കഴിയുമ്പോൾ ഞാൻ മുറിച്ചെടുക്കും. അപ്പം ഇന്നത്തേത് പറിച്ചെടുക്കലല്ല, മുറിച്ചെടുക്കലാണ് ഇന്നത്തെ വിളവെടുപ്പ്. ഇത് തുടക്കത്തിലൊന്നും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എടുത്ത് പോകുന്നത്. പിന്നെ ഇതിന് വളമിട്ട് കൊടുത്ത് ഇനി നമ്മൾ ഈ ഉണക്കലുള്ള ഇതൊക്കെ ഇങ്ങനെ മുറിച്ചൊഴിവാക്കണം. ഇന്നിപ്പോൾ അതിന് നിൽക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഏലം മാത്രം മൊത്തം കൊണ്ട് ഇതുപോലെ കണ്ട് മുറിച്ചെടുക്കണം. ഓരോ ചരം മുറിച്ചെടുക്കണം. പുതിയത് വരുന്നുണ്ട്. അതാ പുതിയ വരുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ഇനി അടുത്ത വളവും കാര്യമൊക്കെ ഇട്ടിട്ട് പൊടിമണ്ണ് കൊത്തിയിടണം. ഇപ്പോഴും മണ്ണിന് നല്ല തണുപ്പുണ്ട്. നമ്മൾ തോട്ടം ചെത്തി കൂട്ടിയിട്ടുണ്ടില്ലേ, ഇപ്പോഴും മണ്ണിൻ്റെ തണുപ്പ് പോയില്ല. ഒക്കെ തോട്ടം നല്ല വൃത്തിയാണ്. വീണ്ടും ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട്, എന്നാലും നല്ല വൃത്തിയാക്കി. ഇതിൻ്റെ ചെത്തിക്കൂട്ടിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ. എങ്ങനെ കിടന്നൊക്കെ പറിക്കുന്നുണ്ട്. ഇങ്ങനെ പറിച്ചിട്ട് പറിച്ചല്ല, മുറിച്ചിട്ട് പറിക്കാൻ തന്നെ വരുന്നത്. മുറിച്ച് പോവാ. അപ്പം നമ്മളിതാ അത് ഏലത്തിൻ്റെ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. നമ്മൾ സ്ഥലത്തിൻ്റെ ഇതൊരു ബൗണ്ടറി ഭാഗം കേട്ടോ, അതായത് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിരാണ്. നമ്മളെ വീഡിയോ ഒക്കെ എടുത്ത റിച്ചുവിൻ്റെ വീട് തൊട്ടപ്പുറത്ത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ ചേർന്നിട്ടാണ് നമ്മളിങ്ങനെ ഏലം ചെയ്തിട്ടുള്ളത്. ഒക്കെ ഏലം കാലിയാട്ടോ. അതാ ചരത്തിനൊക്കെ നല്ല നീട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒക്കെ കഴിഞ്ഞ് മൂപ്പായി. ഇപ്പോൾ ലാസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. ശരിക്കും നമ്മൾ വിളവെടുക്കുന്ന വീഡിയോ ചെയ്തിട്ടില്ല. എന്നൊന്ന് ഒരു 3-4 ദിവസം ഇടപെട്ട് ഞാൻ ഉമ്മയും വന്ന് ഇങ്ങനെ മൂപ്പായത് പറിച്ചു പോകാം. ഇതിലങ്ങനെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് പഴയ ഏലാണ്. പിന്നെ ഏലത്തിനൊന്നും പുതിയ കാണ വരാത്തത് അങ്ങനത്തെ ഈ സംഭവം വരുമ്പോഴത്തേക്കും, പുതിയ കാണ വരുമ്പോഴത്തേക്കും കുരങ്ങ് ചീന്തി പോകാൻ. ഇവിടെ കുറച്ച് ദിവസമായി ഇപ്പോൾ കുരങ്ങ് വന്നിട്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചെങ്കിലും പുതിയത്. അതാണ് ഒരു വൃത്തിയില്ലാതെ അങ്ങനെ വരുന്നത്. അപ്പോൾ പുതിയ കണ വന്നാൽ ഇത് പഴയ കടയിൽ കുറേ അങ്ങനെ ഉണ്ടായി മാത്രം, അതുകൊണ്ടാണ് വിളവും കുറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പുതിയത് എങ്ങനെയപ്പോൾ വരെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഒരു വർഷമായ തൈ നമ്മൾ നട്ടിട്ടുണ്ട്, അതിലും കായ്കളുണ്ട്. ഏതായാലും കത്തിയെടുക്കാം, അവിടെ ഉള്ളത് കൊണ്ട് പൊട്ടിച്ചിട്ട് വരാം. ഇങ്ങനെ പോയിക്കോ. ഇതാ ഈ അങ്ങനെ പറിച്ചെടുത്തിട്ടോ, കെങ്ങടെ പറിച്ചോളാറ് വേണ്ട. ഇത് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പുതിയ ചെയ്താ ഇതൊക്കെ ആയി വരുന്നുള്ളൂ. ഇതിനൊക്കെ നമുക്ക് മണ്ണിട്ട് കൊടുക്കണം. ഇതൊക്കെ കായ്കളുള്ളതുകൊണ്ട് മണ്ണ് പാറ്റി കൊടുത്തിട്ടില്ല. ഇതങ്ങോട്ട് വാ ഇങ്ങനെ. അപ്പം നമുക്ക് മറ്റ് കൃഷിൻ്റെ കൂടെ ഇങ്ങനെ ഇടവേളയായിട്ട് ഇങ്ങനെ ഏലം ചെയ്യാം. അത്യാവശ്യത്തിന് ഏലം ഇങ്ങനെ കിട്ടും ചെയ്യും. അതിലൊക്കെ പുതിയത് വരുന്നുണ്ട്. ഇത് നല്ല ഇങ്ങോട്ട് പിന്നെ കുരങ്ങിൻ്റെ ശല്യം കുറവായതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഇപ്പം ഈ ചെടികൾ റെഡിയായി വരുന്നത്. ഇതാ ഒരു നട്ട് ഇതൊക്കെ ഒരു 1.5 വർഷമൊക്കെ ആയിട്ട്, 1 വർഷം കഴിഞ്ഞു അത്രേ ആയിട്ടുള്ളൂ. അത്യാവശ്യം ഏലുണ്ട്. ഇവിടെ കുരങ്ങ് വരാത്തതുകൊണ്ടാണ്. നമ്മുടെ ഒക്കെ ഏലുണ്ട്. അങ്ങനെ മുറിച്ചെടുക്കുന്നു, പറിക്കുന്നില്ല പറഞ്ഞില്ലേ. ഏലകൃഷി ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി തന്നവർക്ക് ഇങ്ങനെ ചെയ്തിട്ടോ. ഞങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് ആയതുകൊണ്ടാട്ടോ നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്.
പിന്നെ ഇതൊക്കെ മുറിച്ച് ഒഴിവാക്കും വേണം. ഇതൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഏലായിട്ട് പറിച്ചെടുത്തിട്ടും ഇത് ക്ലീൻ ചെയ്യുന്നൊക്കെ രണ്ട് പണി എടുക്കുന്നതിൽ ഒരു പണി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം തീരും. പക്ഷെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ മൂപ്പായതാ. ഇവിടെ കാണിച്ചതാ, ആണോ കുരു നല്ല കറുപ്പായതാണ്. ഇനിയിപ്പോ നിർത്തിയിട്ട് കാര്യമില്ല, പുതിയത് ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാം അങ്ങനെ ഒട്ടിച്ചെടുക്കട്ടെ. ആ ഇത് പറഞ്ഞിട്ടില്ല, ശരിയാ. ഏലത്തിന്റെ കഥകൾ പറഞ്ഞപ്പം ഞങ്ങളിപ്പം ഞെള്ളാനി ഏലം തന്നെയാണ് അധികം ചെയ്യുന്നത്. എല്ലാ കർഷകരും ചെയ്യുന്നത് ഇപ്പം നല്ല അത്യാവശ്യം മാർക്കറ്റിൽ വിലയും. ഏലം തുപ്പട്ടെ, ഏലം കടിച്ചു കഴിഞ്ഞാൽ ഞെല്ലാനി ഇനത്തിൽപ്പെട്ട ഏലാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നല്ല അത്യാവശ്യത്തിന് നല്ല എന്താ പറയുക, ഏലത്തിന് വിലയുണ്ട്, നല്ല കായ്കൾ ഉണ്ടാവും. നമ്മൾ സാധാ വേറെ ടൈപ്പ് ഉണ്ട് നീളത്തിലുള്ള, അതിനെക്കാട്ടൊക്കെ ഏറ്റവും നല്ലത് ഞെള്ളാനി ഏലം തന്നെയാണ്. അപ്പൊ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ഏലത്തിന് നമ്മൾ ഏതാ ഇനം ചെയ്യുന്നതൊക്കെ. ഇതിന് മുന്നേ നമ്മൾ ചെറിയ വീഡിയോ ആണ് ചെയ്തത്. ഇതിലൊക്കെ ഉണ്ട് കുറച്ച്. അപ്പം ഇതാ മണ്ണ് കയറ്റി കൊടുത്ത് മണ്ണ് പാറ്റി കൊടുത്തത്, കയറ്റിയല്ല പാറ്റി കൊടുത്തത്. ഇതാ ഇവിടെ ഇപ്പൊ ഇല്ലാത്തതിന് നാസർക്ക് തോട്ടം ചെയ്ത സമയത്ത് നമ്മൾ കുറച്ച് വളമൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മണ്ണ് പാറ്റി കൊടുക്കുള്ളൂ കേട്ടോ. കുറെ മണ്ണ് കയറ്റി കൊടുക്കുന്നില്ല, വേരിനോട് ഇങ്ങനെ തട്ടനായിട്ട്. ഇതിനൊന്നും കൂടെ ഇടണം. ഇതിനൊന്ന് വളം കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട്, ഇവിടെ ആകുമ്പോൾ പുതിയ നട്ട്, ഇവിടുന്ന് അങ്ങനെ ആ തല വരെ നമുക്ക് ഏലത്തിന്റെ ചെടികളുണ്ട്. അങ്ങനെ കാണിച്ചു കൊടുത്തത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇത് ഒന്ന് ക്ലീൻ ചെയ്ത്, ഷെയ്ഡൊന്നും ഏലത്തിന് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ കൂടുതലായി ചെയ്യാത്ത ഇതാണ്, കാരണം കുരങ്ങിന്റെ ശല്യമുണ്ട്. പിന്നെ എന്താ പറയാ, ഓവർ ചെയ്ത് നമുക്ക് കാപ്പി ഇങ്ങനെ അടഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഇനി മറ്റെല്ലാ കൃഷിയും ഒരുമിച്ച് ചെയ്യണം. ഉള്ള സ്ഥലത്ത് എല്ലാം കൂടെ ചെയ്യായതുകൊണ്ടാണ് ഏലത്തിന് നമ്മൾ ബൗണ്ടറി മാത്രം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് സംഭവം ആകുന്നുണ്ട്. ഇവിടെ പുതിയ നട്ട് കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മളിങ്ങനെ തോട്ടത്തിൽ വരെ പണിയെടുക്കുന്ന സമയത്ത് എല്ലാത്തിനും കായ് ഉണ്ടാകുന്നുണ്ട്. അത് പുതിയ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കായ് ഉണ്ടാ. കുരങ്ങില്ല തന്നെ ഈ ഉണ്ടാവുന്ന കടകൾക്ക് കരുത്ത് വന്നു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് ഇതങ്ങനെ കുരങ്ങൊന്നും കഴിക്കാതെ ഇതിന്റെ കടയൊന്നും ഒന്നും കുരങ്ങ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഉണ്ടാവുന്ന ഏലമാണ്. മറ്റേത് ഇങ്ങനെ ഉണ്ടാവുന്ന തൂമ്പ് ഇങ്ങനെ പോയി ഏലത്തിന്റെ കരുത്ത് പോയി. അങ്ങനെയാണ് നമുക്ക് ഏലകൃഷിനോട് ഒരു ചടപ്പ് വന്നു കേട്ടോ. ഇതൊക്കെ പുതിയ നട്ട്. ഇതൊക്കെ എന്ത് ചെയ്യും, തോട്ടത്തിൽ ഇങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് നല്ല കഷ്ണങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ പിരിച്ചിട്ടിട്ട് അങ്ങനെ നട്ടു കൊടുക്കുക. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങനെ പോകണം, എന്തായാലും നിർത്തുന്നില്ല, ഇഷ്ടംപോലെ ഏലം അങ്ങനെ നട്ടു. ഇവിടം വരെ നമ്മൾ നട്ട് നിർത്തിയിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഇപ്പം ഇതുവരെ നട്ടയിലുള്ളത്. ഇനി നമുക്ക് ഈ വേഗം ഓരോന്നിങ്ങനെ മുറിച്ചെടുക്കുക ആയതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചത്. പറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും. പിഞ്ഞു പോകേണ്ടി വരും. അതിലൊക്കെ അത്യാവശ്യം നല്ല ഏല. പിന്നെ ഞങ്ങൾ ഏലം ഉണക്കുന്നത് ഇതാണ്ടേ, എത്ര നല്ല സൂപ്പർ ഏല. ഇത് ഉണക്കുന്നത് ഡ്രയറിൽ ഇട്ടിട്ടൊന്നുമല്ല, ഞങ്ങൾ സാധാ വെയിലത്തിട്ടിട്ട് ഞങ്ങൾ കുറേ ഒന്നും ഒരേ സമയം നമുക്ക് പറിച്ചെടുക്കാണ്ടല്ല, പാവുന്നാവുന്ന എടുത്തിട്ട് ഞങ്ങൾ വെയിലത്ത്, മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ തേങ്ങ ഉണക്കുന്നതിൻ്റെ അടുത്തൊക്കെ ഏലം വെച്ച്, അങ്ങനെ ഞങ്ങൾ ഏലം ഉണക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഏലം ഉണങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയല്ല, ഏലം കാണിച്ചിടാം. ഈ ഏലൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ ആ പച്ചപ്പല്ല ഉണ്ടാവുക. മറ്റേ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതും കർഷകരൊക്കെ ചെയ്യുന്നത് അവർ മാർക്കറ്റിങ്ങിന് അങ്ങനെ വേണം. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഏലം അങ്ങനത്തെ രീതി ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ഏലത്തിനെ പറ്റി അങ്ങനത്തെ മാർക്കറ്റിങ്ങിനൊന്നും നോക്കാത്തത്. ഞങ്ങളത് ഉണക്കി കഴിഞ്ഞാൽ ഒരു ഏകദേശം നിറ വ്യത്യാസം, വലിയൊരു നിറമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഒരു വെയിലത്തിട്ട് ഒരു ഉണക്കിയ നിറം ഉണ്ടാവില്ല. അതാണ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും പക്ഷെ നമ്മളെ ഏലം നല്ല സൂപ്പർ ഏലാണ്. കടകളിലൊക്കെ ഓടിക്കുമ്പോൾ അവർ പറയും ഇത് ഫസ്റ്റ് ക്വാളിറ്റിയിലൊന്നും പോകില്ല, ഇങ്ങനത്തെ ഉണക്ക് പറ്റൂല. അവർക്ക് ഇതൊരു പച്ച നമ്മളെ കട ഇതില്ല, പച്ച ഏല ഉണ്ടാവില്ല നമ്മൾ പാക്കറ്റിലൊക്കെ വരുന്നത്, അങ്ങനത്തെ ഏലാവും. അത് മൂപ്പുള്ളത് മൂക്കാത്തൊക്കെ പറിച്ചിട്ട് അതിലൊന്നും കറക്റ്റ് ഇതുപോലത്തതാ കുരു കാണിച്ചു കൊടുക്കും. ഇങ്ങനത്തെ കുരുകൾ ഉണ്ടാവില്ല, കണ്ടില്ല? കുരുണ്ടല്ലേ, പൊളിച്ചല്ല കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പൊ കുരുകൾ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനത്തെ ഏലാവുമ്പോൾ നമുക്ക് നല്ല കുരുകളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ അധികം മാർക്കറ്റ് ചെയ്ത് വിൽക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, നമുക്കിവിടെ റിസോർട്ടുകൾ അടുത്തുള്ളതുകൊണ്ട് ചെറിയ രീതിയിൽ ഫാം ടൂറിസം ചെയ്യുന്നുണ്ട്. അത് ആദ്യം ചെയ്യുന്നതാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഫാം ടൂറിസം ഉണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഗസ്റ്റുകളൊക്കെ കൊടുത്തിട്ട് കാണിക്കലുണ്ട്. അപ്പൊ അവർ വന്നിട്ട് നമ്മളടുത്ത് ഏലം അധികമൊന്നും വാങ്ങൂല, ഒരു 100 ഗ്രാം മാക്സിമം പോയാലും 1/2 കിലോ വരെ, അല്ലെങ്കിൽ 200 ഗ്രാം അങ്ങനെ പറയുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അത്യാവശ്യം മാർക്കറ്റിനെക്കാട്ടി വില കിട്ടും. നമ്മൾ അന്നത്തെ മാർക്കറ്റ് റേറ്റ് ഏതാണോ ആ റേറ്റ് ഇട്ടിട്ട് അതിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതലൊക്കെ അവർ എടുക്കാൻ നമ്മളോട് പറയല്. ആ റേറ്റ് ഒന്നും ഇടണമെന്നില്ല, അതിലും കൂടുതലൊക്കെ നമുക്ക് ഇട്ടാലും നല്ല റേറ്റ് നമുക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഏലത്തിന്റെ മാർക്കറ്റിങ്. കടകളിൽ അങ്ങനെ കൊണ്ടേ കൊടുത്ത് ഏലം വിൽക്കുന്നില്ല. പിന്നെ ആവശ്യമുള്ളവരൊക്കെ നമ്മളെ വീട്ടിൽ ഫാമിൽ വന്നിട്ട് പച്ചക്കറി വാങ്ങുന്നവരൊക്കെ 100 ഗ്രാം 200 ഗ്രാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അവരോടൊക്കെ നമ്മൾ റേറ്റ് ഇടുന്നത് എങ്ങനെയാണ്, മാർക്കറ്റ് റേറ്റ് എന്താണോ ആ റേറ്റ് ഇടും. പിന്നെ ഫോറിനേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ റേറ്റ് കൂട്ടിയിടും. അവർക്ക് ആവശ്യമില്ല, അവർ വാങ്ങിക്കുന്നുണ്ട്. അവർ ആദ്യമൊക്കെ സ്മെല്ല് ചെയ്ത് നോക്കുക ചെയ്യുന്നത്. ഇതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ അറിഞ്ഞുകൊണ്ടേക്കും അവർ റേറ്റ് അവർക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് മാർക്കറ്റിംഗ് ഞങ്ങൾക്കൊരു വിഷയമില്ല. ഏലം എത്ര ഉണ്ടാക്കിയാലും ചിലവാകുന്നൊക്കെ ഉണ്ട്. പക്ഷെ കൂടുതലായിട്ട് ഇത് ചെയ്യാതെ എന്നുള്ളൊരു നമ്മുടെ സ്ഥല സൗകര്യത്തിന്റെ പ്രശ്നമുണ്ട്. നമുക്ക് എല്ലാ കൃഷിയും ചെയ്യുന്നതുകൊണ്ടാണ്. ഏലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഏലത്തോട്ടമായിട്ട് നമ്മൾ ഇടുക്കിയിലൊക്കെ കാണുന്നില്ലേ, അതുപോലെ നമുക്ക്
വയനാട്ടിൽ അതിനനുസരിച്ചുള്ള കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, സ്ഥല സൗകര്യം കുറവാണ്, അങ്ങനെ എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല. ഇടവേള തന്നെ നമുക്ക് എല്ലാം നടക്കുള്ളൂ. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇങ്ങനെ ആകുമ്പോൾ വേഗം പരിപാടി ചെയ്യുന്നുണ്ട്. പക്ഷെ വലിയൊരു കൊട്ട 2 കൊട്ട സാധനമാവും. പക്ഷെ ഇതിനൊക്കെ ഇനി കെങ്ങ വന്നോ? അത് പറിച്ചു കഴിഞ്ഞോ? മടുത്തോ? ഒറ്റക്കായിട്ട് കെങ്ങ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ തലയിൽ നിന്ന് അത്യാവശ്യം ചെടികളുണ്ട് നമുക്ക്. ഇതൊക്കെ വേഗം ഇങ്ങോട്ട് കണ്ടില്ലേ, പുതിയത് ഉണ്ടാവുന്നതിന്റെ ഉണ്ട്. പട്ടീന്റെ ഒച്ച കേട്ട് കെങ്ങാണ്. കെങ്ങക്ക് ചെറിയ പേടിയാ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ടുള്ളത് നമുക്ക് കുരങ്ങ് വരുന്നതിന് ഞങ്ങൾ അടുത്തുള്ളതിന് വേറെ ചെയ്ത ചെറിയ കാര്യമുണ്ട്, അതും കാണിച്ചു തരാം. കുരങ്ങ് ചീന്തി നശിപ്പിച്ചത് ഇപ്പൊ കുറച്ച് ദിവസമായി വന്നിട്ട് കുറച്ച് പഴയതായിട്ട് നശിപ്പിച്ചിട്ട്. പിന്നെ ഇന്നലെ നമ്മള് വോട്ടെടുപ്പ് ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് നമ്മളെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഇന്നലെയാണ് നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഒരു ഗ്യാപ്പ് വന്ന വീഡിയോ കേട്ടോ. പിന്നെ ഞാൻ നെല്ലിക്കൊക്കെ പറിച്ച് നല്ല ക്ഷീണം, മല കയറിയിട്ട് വന്നിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ റെസ്റ്റ് കൊടുക്കാൻ വിചാരിച്ചു. എനിക്ക് ക്ഷീണമൊന്നുമില്ല കേട്ടോ, ചെറിയ അങ്ങനെയൊന്നുമില്ല. പക്ഷെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു അത്രയും വലിയ മലയൊക്കെ കയറി വന്നല്ലേ. പക്ഷെ നല്ല അടിപൊളി നെല്ലിക്കട്ടെ കിട്ടിയതൊക്കെ. അത് വൈകിടാനൊക്കെ ഉണ്ട്, ഒന്നും നമുക്ക് സമയം കിട്ടിയില്ല. ഇതൊക്കെ ഉണ്ട് കാപ്പിക്കുരു. കാപ്പി നോക്ക്, ഇതാ നമ്മൾ തോട്ടം ഇങ്ങനെ വൃത്തിക്ക് ചെത്തി കൂട്ടിയോണ്ട് ഇതാ ചെടി എല്ലാം പഴുത്തുണ്ട്. അപ്പൊ കാപ്പി പറി വേഗം തുടങ്ങണം. ഇന്നിപ്പോ നാസർഖാന്റെ പണിയേ പച്ചക്കറിയിലാണ്. നമ്മളെ ക്യാബേജിലൊക്കെ പണിയെടുത്തോണ്ടിരിക്കാണ്. അപ്പം ഇന്നും നാളെയും കൂടെ ആയിട്ട് നമ്മൾ പണികളൊക്കെ പച്ചക്കറിയുടെ പണികളൊക്കെ തീർത്തിട്ട് തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ കാപ്പി പറി തുടങ്ങും. കെങ്ങിയും വരും എന്ന് പറഞ്ഞ്. കെങ്ങ കാപ്പി ഇറക്കണം. സ്കൂളില്ലാത്തന്നൊക്കെ കെങ്ങ വരും അല്ലേ. അതേപോലെ ഏതായാലും കൊട്ടയിലിട്ടോ. അവിടെ ചെന്നിട്ട് ഉമ്മാക്ക് നല്ലൊരു പണിയുണ്ട് കേട്ടോ. ഉമ്മായി ഞാനും എടുക്കേണ്ടി വരും. അതിന് നമുക്ക് തിരക്കൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നിട്ട് ഈ ഏലൊക്കെ തീന്ന് വൃത്തിയുള്ളത് നോക്കി ഇങ്ങനെ പറിക്കുമ്പോൾ എന്ത് ചെയ്യാം, കേടുള്ളതൊക്കെ ഉണ്ടാവും. കേട് അധികം മൂപ്പാവാത്തൊക്കെ, അങ്ങനെ ചെറിയ മൂപ്പ് കുറവല്ല, നമ്മൾ നല്ല ക്വാളിറ്റി മാത്രം മാറ്റി തിരഞ്ഞ് നമുക്ക് ഇങ്ങനെ എടുക്കണം. പറിക്കുമ്പോൾ നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തതിന് പറിക്കല്. അതവിടെ ചെന്നിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഇന്ന് നമ്മളിങ്ങനെ ചരം പൊട്ടിച്ച് അങ്ങനെ പോവാണ്. അതൊക്കെ പൂവ് വരുന്നുണ്ട്. വേഗം എന്താ വെച്ചാൽ മണ്ണ് കയറ്റി കൊടുക്കണം. അതാണ് ഇങ്ങനെ തന്നെ പറിച്ചെടുത്ത് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത്. ഈ തണുപ്പ് പോയി കഴിഞ്ഞാൽ മണ്ണിടാൻ ബുദ്ധിമുട്ടാണ്. ഇന്ന് ഫുള്ള് കുനിഞ്ഞ പരിപാടിയാ. പിന്നെ ഏലത്തിന് വരുന്ന രോഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ പ്രധാന രോഗമാണ് ഇതാ ഇതുപോലെ തണ്ട് തുരപ്പ് എന്ന് പറഞ്ഞാൽ പുഴുവിന്റെ ശല്യം കൊണ്ട് ഇങ്ങനെ ഹോൾ ഉണ്ടാക്കും കേട്ടോ. അവിടെയൊക്കെ ഹോൾ ഇങ്ങനെ പൊടിഞ്ഞിട്ട് തണ്ട് ഇങ്ങനെ ചീഞ്ഞു പോകും. തണ്ടില് തുരന്ന് ഇങ്ങനെ എന്താ തണ്ട് തുരപ്പം തന്നെ. അപ്പൊ അതിന് നമ്മള് ഒക്കെ ഇങ്ങനെ ചെയ്യേണ്ടത് പരമാവധി പട്ടി ഓടിക്ക് പട്ടികൾ നമ്മളെ കോയിനൊക്കെ പിടിക്കുന്ന വൈകുന്നേര സമയത്ത് ഓടിക്ക് കഞ്ഞി എറിയടാ. ഓടിച്ചോ. ഭയങ്കര പട്ടിയുടെ ശല്യമാണ് ഇപ്പൊ. തണ്ടുവരപ്പിന് നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് മരുന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. അതുപോലെ ഇങ്ങനെ നോക്കിയാൽ കാണാം തണ്ടുവരപ്പും പുഴുവിന്റെ ശല്യം. അതിന് ഏറ്റവും നല്ലത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം തണ്ടുവരപ്പിനുള്ള മരുന്ന് അടിച്ചു കൊടുക്കുന്ന ഒരു സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ കൂടുതലായിട്ടൊന്നും ഞങ്ങൾ കെമിക്കലും കാര്യമൊന്നും അടിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ ശരിക്കും ഓർഗാനിക് ഏലം തന്നെ പറയാം. എന്താ വെച്ചാൽ ഏല കൃഷിയായിട്ട് ചെയ്യുമ്പോഴല്ലേ നമ്മൾ അങ്ങനെ കൃഷി എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലൊക്കെ ചെയ്യുമ്പോഴാണ് അത്രയും മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഞങ്ങൾ ഇതുപോലെ കുറച്ച് വളം ഇട്ട് കൊടുക്കും. പിന്നെ തണ്ടുവരപ്പം വന്ന് അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കലാണ്, അധികം മരുന്നടിക്കലില്ല. വല്ലാതെ വന്നു കഴിഞ്ഞാലൊക്കെ ഇത് നശിച്ചു പോകണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ചെറിയ രീതിയിലൊന്ന് മരുന്നടിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ചെയ്യുമ്പോഴേ നമുക്ക് ഓർഗാനിക് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ബൾക്കായിട്ട് ഒരു കൃഷിയായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഓർഗാനിക്കായി നിന്നാലൊന്നും എന്താ ചെയ്യുക, കൃഷിയിലൊക്കെ നഷ്ടം വരും. അത്രയും രോഗങ്ങൾ കൂടുതലല്ല ഇപ്പോൾ. ഒക്കെ പൊടിച്ചിട്ട് ഇതൊക്കെ നേരെ ഇതിലൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഏല. അതൊക്കെ നമ്മൾ തിരക്കൊണ്ട് വിട്ടുപോകും. പിന്നെതാ ഇങ്ങനെ ഉണങ്ങിപ്പോവും. ഒക്കെ ഏല ഉണ്ട്, അതാ പറഞ്ഞത്. അതൊക്കെ വീട്ടിലെ ആവശ്യത്തിനും പിന്നെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാനൊക്കെ എടുത്തിട്ട് നമ്മൾ കൊടുക്കാനുള്ളത് ഇതിൽ നിന്ന് തന്നെ തിരഞ്ഞ് വൃത്തിയാക്കി വെക്കും. നല്ലൊരു ബോട്ടിലാക്കി വെച്ചാൽ, ബോട്ടിൽ കാണിച്ചിട്ട് നല്ല സ്മെല്ല ബോട്ടിൽ തുറക്കുമ്പോൾ തന്നെ. അപ്പം ഫോറിനേഴ്സ് ഒന്ന് ആദ്യം അതിങ്ങനെ മണത്ത് വെക്കുക ചെയ്യുക. കെങ്ങ ഇവിടെ എത്തി. കെങ്ങ 2 പട്ടി വരുമ്പോൾ ഓടും, പിന്നെയും പറിക്കും. ഇങ്ങനെ പറിച്ചാല് കെങ്ങ ചെയ്ത ചില വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് വെറും ചരം മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിച്ച് കളയണം നമുക്ക് എന്തായാലും. ഒന്ന് വൃത്തിയാക്കി കളയാനുള്ള അതൊക്കെ ഒഴിവാക്കും. ഇതായി കഴിഞ്ഞത് അത് മെയിൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചെയ്യാം. ഈ പൊട്ടിച്ച് ഞാൻ മുറിച്ചെടുക്കടാ. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ കുരങ്ങ് ചീന്തിയിട്ടാട്ടോ. പിന്നെ കുരങ്ങിനോട് ഒരു ഗുണമുണ്ട്, ഏലൊന്നും കാണിക്കുന്നത് കായ് ഉണ്ടായതൊന്നും നശിപ്പിക്കില്ല, ചരം ഒന്നും പിടിച്ച് ചീന്തിയിടുന്നില്ല. ഇങ്ങനെ ചരം വരുന്നതും തൂമ്പ് വരുന്നതും നോക്കിയിട്ട് ഇങ്ങനത്തെ തൂമ്പ് വരുന്നത് മാത്രം, പുതിയ കട വരുന്നത് മാത്രം ഇങ്ങനെ ചീന്തിയിട്ടുള്ളൂ. ഇത് ഇവിടെ അന്ന് കുറച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. ഷെയ്ഡ് നെറ്റ് ഇങ്ങനെ മറച്ചു കെട്ടി നോക്കി, എവിടെ അപ്പുറം സൈഡ് കൂടെ വന്നിട്ട് ഇതിനുള്ളിൽ കയറുന്നതന്നെ കാണില്ല. അപ്പൊ ഇതിനെ എടുത്ത് മാറ്റണം.
പക്ഷെ വേറെ ടെക്നിക്ക് ചെയ്താൽ ഞങ്ങൾ സക്സസ് ആവുന്നൊക്കെ വിചാരിച്ച് ആ ടെക്നിക്ക് കാണിച്ചുതരാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, മോൾ ഭാഗം കൂടെ കവർ ചെയ്യണം. കാപ്പിമ്മ കൂടെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും അവിടെ ചെന്നിട്ട് കാണിച്ചുതരാം. ആ ഭാഗത്ത് കുറച്ച് ഏലുണ്ട്. അത് പിന്നെ കുരങ്ങിനെ കോട്ടയിൽ നട്ട ഏലാണ്. ഒരു കൊട്ട നിറഞ്ഞു. വേഗം നിറയും. എന്താ വെച്ചാല് ഇത് നമ്മളെ ചരം കൂട്ടി പറിക്കുന്നോണ്ട് വേഗം നിറഞ്ഞു. അവന് മടുത്ത്. അവൻ 2 പണി എടുത്തിട്ട് വേഗം മടുപ്പാ. ഇവിടെ നമ്മൾ തെങ്ങ് നന്നാക്കിയതുകൊണ്ടേ അതിന്റെ ഓലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അത് കുറച്ച് അപ്പുറത്ത് നിന്ന് നല്ല ഉണ്ടാവും. തെങ്ങ് ക്ലീൻ ചെയ്യുന്നുണ്ട്. കെങ്ങ റെസ്റ്റ് കെങ്ങനെ ഇനി ഞാൻ പരിപാടിക്ക് കൂട്ടില്ല. പിന്നെ ഈ 2 പറി വരച്ചിട്ട് നിർത്തുക. ഇതൊക്കെ സിമ്പിൾ കാര്യം. പണിയൊക്കെ എടുത്തിട്ടുണ്ട്. കെങ്ങ പശുവിന് വൈക്കോലിട്ട് കൊടുക്കാൻ പോയതാന്ന്. ഒരു പണി എടുക്കുമ്പോൾ പറയാം അടുത്ത പണി എടുക്കാതെ. ഒന്നിനും സ്ഥിരത ഇല്ല കെങ്ങക്ക്. കാപ്പിയൊക്കെ അവനെ വിളിച്ചായിരുന്നു പറഞ്ഞു. ഓന്റെ വീട്ടിൽ ഇഷ്ടം പോലെ കാപ്പിന് അതൊന്നും പറിക്കൂല. അവൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഇങ്ങനെ പണി എടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൂപ്പായിനൊക്കെ വിളിച്ചിട്ടുണ്ടോ? ഏലം ഇങ്ങോട്ട് നോക്കുഞ്ഞോളെ ഉണങ്ങി പോയില്. തവള നല്ല വെട്ടിട്ടുണ്ട്. തവളക്ക് ഭയങ്കര ഇതാണ്. അണ്ണാനും ഉണ്ട്. അണ്ണാനും ഈ പരിപാടി ഉണ്ട്. ഇതിലൊക്കെ മഴ കൊണ്ട് പെയ്തിട്ടേ മണ്ണായതാട്ടോ. ഇതിലൊക്കെ മണ്ണ് നിറച്ചാണ്. ഇപ്പൊ നമ്മളിതാ ഈ ഭാഗത്തുള്ള ഏലൊക്കെ പറിച്ചു കഴിഞ്ഞ് 2 കൊട്ടയും ഫുള്ളായി. കുഞ്ഞായിരുന്നു. 2 കൊട്ടയും ഫുള്ളായിട്ടുണ്ട്. അല്ല കെങ്ങ പിടിക്കേണ്ട വെച്ചിട്ടാ. അവൻ മറിച്ച് കളി എങ്ങനെയും. അപ്പൊ മേഘമൊക്കെ ഇനി അവിടെ പോയിട്ട് അപ്പുറം സൈഡ് കുറച്ച് പറിക്കാണ്ട്. ഇത് കൊണ്ടുപോയിട്ട് ആദ്യം ശരിയാ നടക്ക്. കെങ്ങ മുന്നിൽ കിടന്ന് എപ്പോഴും ബ്ലോക്ക്. കെങ്ങ കണ്ടിക്കണ്. വീഡിയോ കണ്ടിക്കണ്. കെങ്ങ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നത്. നടക്ക് നടക്കുന്ന പറയുമ്പോ നടക്കൂല. പോവാ പോട്ടെ. നമ്മൾ 3ാമത്തെ കൊട്ടി എടുത്തിട്ടുണ്ട്. കെങ്ങ വേഗം പറക്കി വാ, സമയം കൊണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇതൊരു നമ്മുടെ കുരങ്ങിന്റെ ഏറ്റവും കൂടുതൽ കുരങ്ങ് വരുന്നൊരു ഏരിയയിലാണ്. അതുകൊണ്ടാണ് കെങ്ങ പൊട്ടിച്ച കാണിച്ചു കൊടുക്കട്ടെ. നിങ്ങൾ വേണ്ട ഏലത്തിന് ചുറ്റും വാഴക്കുല ചെയ്ത നെറ്റ്, ചിക്കൻ മെഷ് എന്ന് പറയുന്ന നെറ്റില്ല, അതിങ്ങനെ നമ്മൾ ഈ മെഷ് ഇങ്ങനെ ചുറ്റും കെട്ടി. ഇത് കണ്ടാലേ ഇനി വരില്ല എന്ന് വെച്ചിട്ട് റൗണ്ടിന് വഴി കെട്ടി. പക്ഷെ ഇവിടെ അടുത്ത് കാപ്പി ഉള്ളതുകൊണ്ട് കാപ്പിയിലൂടെ കയറുക, എന്നിട്ട് ഇതിനുള്ളിലൊക്കെ ചീന്തി. അത് വലിയ സക്സസ് ഒന്നും ആയില്ല എന്ന് പറഞ്ഞതാണ്. അവിടെ കണ്ടോ ഇതായിട്ട് പൊതിഞ്ഞ് വെച്ച് നോക്കി, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചീന്തിട്ടുണ്ടോ. അത് കാണിച്ചു കൊടുക്കി. കറക്റ്റ് നമ്മള് ഒരു കൂട്ടത്തിന് മാത്രം. പക്ഷെ ഇത് ചിലവ് ഭയങ്കര കൂടുതലായതുകൊണ്ട് നിർത്തിയിട്ടോ. ഇത് ഒരു റോള് കുറച്ച് ഭാഗം കിട്ടുമ്പോൾ ആകെ 20 മീറ്ററിന്റെ റോളാത്. അവിടെ കെട്ടിയിട്ട് ഈ കാപ്പിയും കൂടെ കയറിയിട്ട് ഏലം കണ്ട ചീന്തിയിട്ട് ഒക്കെ മുറിച്ചിട്ടാ. അപ്പൊ ഇതൊന്നും സക്സസ് ആവില്ല. അതാരും ഇനി അത് നമ്മള് വീഡിയോ ചെയ്യാത്ത നന്നായി. ഇനി എല്ലാവരും കൂടെ ഇതിന്റെ നേരെ കയറിയിരുന്നു. പരീക്ഷണം പറ്റും. നല്ല ഓപ്പൺ സ്ഥലമൊക്കെ ആണെങ്കിൽ പിന്നെയും പറ്റും. ഇതുപോലെ എടുത്ത് കാപ്പിമാരൊക്കെ ഉണ്ടെങ്കിൽ കാപ്പിയിലൂടെ കയറിയിട്ട് ഏലം ചീന്തിയിട്ട് പോവാണ്. ഇങ്ങനെയൊക്കെ കണ്ടിട്ട് ഏലത്തിനോട് നമുക്ക് ചടപ്പാണ്. പിന്നെ നമ്മൾ ഉള്ളത് അങ്ങനെ നിലനിർത്തി കൊണ്ടുപോവുക. പിന്നെ ഇനി കുരങ്ങില്ലാത്ത ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ അങ്ങനെ നട്ടു പോവാം. ഏലത്തിന്റെ വില ഇപ്പം എത്ര 2000-2200 നല്ല ഏലത്തിനുണ്ട്. നല്ല ഏലം എന്ന് പറഞ്ഞാല് ഇവർ പറയുന്ന ഈ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി കിട്ടും. അപ്പം നമ്മളിത് 2000-ന് നമ്മൾ വെക്കും. അത് വേറെ കാര്യം. എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല കുരുവും കാര്യമൊക്കെ ഉള്ള ഏലാണ്. കാണാൻ ഭംഗി കുറവേ ഉള്ളൂ, പക്ഷെ ഗുണം സൂപ്പറാണ്. ഈ കൊട്ടി ഇപ്പം തന്നെ അറിയോ. ഇതൊക്കെ കൂടെ നമ്മൾ കൊണ്ടുപോയിട്ട് ഇനി അവിടെ ചെരിയണം. അപ്പം ഇതും കൂടെ വേഗം ഞങ്ങൾ മുറിച്ചെടുക്കട്ടെ കേട്ടോ. അതും കൂടെ കഴിഞ്ഞ് ഈ ഒരു കുറച്ച് ചെടിയിലുള്ളൂ ഇവിടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുരങ്ങിന്റെ ശല്യം ഉള്ളതുകൊണ്ട് അങ്ങനെ ആവാൻ നിൽക്കില്ല. ഇങ്ങനെ നോക്കുന്നു. കുരങ്ങിനെ ആട്ടാൻ വരുന്ന സമയത്തൊക്കെ ആയിട്ട് വേമ്പയും വൃത്ത ഏലം ഇങ്ങനെ പറിച്ചു പോകുന്നുണ്ട്. കുരങ്ങ് വരാത്ത ഏരിയയിലാണ് നമുക്ക് എപ്പോഴും ചെന്ന് നോക്കൂല. അപ്പൊ അതുകൊണ്ട് ആവുന്ന സമയത്തിൽ കുറച്ച് എടുത്തു പോലും. അതുകൊണ്ട് അവിടെ കുറേ പോയിട്ടുണ്ട് കേട്ടോ. കിഴങ്ങ പെട്ടെന്ന് പൊട്ടിച്ചിടുന്നുണ്ട്. വേഗം പൊട്ടിച്ച് തീർക്കട്ടെ കേട്ടോ. അപ്പൊ അതാ 3 കൊട്ടയും ഫുള്ളായിട്ടുണ്ട്. ഈ തെങ്ങിന്റെ ഇത് ഒരു 3 കൊട്ട ഫുള്ളായിട്ട് ഏലല്ല കേട്ടോ. ഏലത്തിന്റെ ചരാണ്. ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇത് ഇഷ്ടം പോലെ വന്നിട്ടുണ്ടല്ലോ. തെങ്ങ് നന്നാക്കി നിങ്ങളിപ്പോ ഏലത്തിന്റെ വീഡിയോ ചെയ്തിലൊക്കെ നമ്മൾ കാണാം കുറെ തെങ്ങിന്റെ ഓല ഇങ്ങനെ കിടക്കുന്നത്. അത് വേറെ ഒന്നല്ല, തെങ്ങ് ക്ലീൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, നന്നാക്കുന്നുണ്ട്. അപ്പൊ അവിടുന്ന് അവരിങ്ങനെ മുകളിൽ നിന്ന് ഇടുന്നതിന്റെ ഒക്കെ അടിയിൽ ഇങ്ങനെ പരന്ന് വീണ് കിടക്കുക. ഇതൊക്കെ നമുക്ക് കൂടെ ഒന്ന് ഇത് ശരിയാ. നല്ലൊരു പണിയാണിത്. ഇനി ഉമ്മാക്ക് എനിക്കും ഏലത്തിന്റെ ക്വാളിറ്റി തിരിച്ച് ഉണക്കാനിടണം. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി ഒക്കെ ആക്കണം. ഇതില് ഉണങ്ങിയതുണ്ട്. അതാണ് ഇതിൽ നിന്നിട്ട് എന്താ അതൊക്കെ ഉണങ്ങി പോയിട്ട് ഇതൊക്കെ നല്ല ഏലാണ്. അപ്പം അടുത്തുള്ളവർക്കൊക്കെ നമ്മൾ ഫ്രീ സപ്ലൈ ഉണ്ട്. ഉണങ്ങിയ ഏലം കൊണ്ടുപോവാ. പേടിക്കണം, ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അതൊക്കെ നമ്മൾ വിൽക്കുന്നത് നല്ല മാർക്കറ്റ് ചെയ്ത് നമ്മൾ അത്രയും നമ്മളെ രീതിയിലൊരു ബ്രാൻഡ് ചെയ്യും ഞങ്ങള്. അപ്പൊ അത്രയും
വൃത്തിയുള്ളതൊക്കെ നോക്കിയിട്ടേ കൊടുക്കുള്ളൂ. ഇതൊക്കെ ഇനി ഉമ്മാനോട് ഇപ്പൊ പറഞ്ഞു വൈകുന്നേരമായിട്ട് ഇരുന്നിട്ട് രാത്രി ഇങ്ങനെ ഇരുന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ സിമ്പിളാണ്, അങ്ങനെ കിട്ടും. അപ്പൊ അങ്ങനെ എന്താ വെച്ചാൽ കഥയും പറഞ്ഞ് നമ്മള് അങ്ങനെ വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഇത് കണ്ടില്ലേ ഉണക്കിയത്, ഇതും ഇനി ഒന്നും കൂടെ ക്ലീൻ ചെയ്യും കേട്ടോ. ഇതിപ്പം മൂപ്പുള്ളതൊക്കെ പറിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഇനി നല്ല വൃത്തിയുള്ള മാത്രം ആക്കി എടുത്തിട്ട്, വൃത്തി എന്ന് പറഞ്ഞാല് നമുക്ക് കൊടുക്കുന്നത് കുറച്ച് നിറമൊക്കെ എങ്ങനെയാണെങ്കിൽ പോലും നല്ല കുരുള്ളതൊക്കെ വേണം. അത് വേറെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് മുറത്തിലിട്ട് പാറ്റി എടുത്തിട്ട് മാതിരി അങ്ങനെ ഇതൊക്കെ പൊള്ളയൊക്കെ പോകും, എന്നിട്ട് വൃത്തിയാക്കി കൊടുക്കുള്ളൂ. ഇതാ ഇനിയിപ്പം തേങ്ങ ഉണങ്ങിയിലാണെങ്കിൽ കുറെ കമന്റ് വന്നിട്ടുണ്ട്. തേങ്ങ ഉണങ്ങിയതാണ്, ഇന്ന് മില്ല് കൊണ്ടുപോയപ്പോ നേരമില്ല, നാളെ കൊണ്ടുപോകുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കാൻ ഇട്ടതാണ്. ഒന്ന് വെയിലുണ്ടോ നല്ലൊന്ന് ഇതായി കിട്ടും. നല്ല ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്, നല്ല പൊട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനാണ്, അങ്ങനെ പൊട്ടി കിട്ടണം. നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഓവർ ഇട്ടാല് ഇനി വെളിച്ചെണ്ണ കുറയും. ഇങ്ങനെ വെയിൽ ഇതിനാക്കിയിട്ട് ഷീറ്റിലൊക്കെ വെളിച്ചെണ്ണ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ എണ്ണതായി പോകും. ഞാൻ ടെസ്റ്റ് ചെയ്താ അല്ലേ തിന്നോ? ഞാൻ എന്താ ചെയ്യുന്നത് അതോ ചെയ്യും. ഞാൻ എന്ത് പണി ചെയ്യാൻ നോക്കണം അതൊക്കെ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ ഏലം എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ കൃഷിയായിട്ടൊന്നും ചെയ്യണ്ട. അപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലെ കൃഷിയായിട്ടൊന്നല്ല ചെയ്യുന്നത്. എന്നാലും ഞങ്ങൾക്ക് വീട്ടാവശ്യം കഴിഞ്ഞ് വിൽക്കാനും എല്ലാത്തിനും ഉണ്ട്. എല്ലാവർക്കും കൊടുക്കാനും വിൽക്കാനും എല്ലാത്തിനും നടക്കുന്നത് നമ്മൾ ഏലം ഇങ്ങനെ കുറച്ച് ഈ രീതി ചെയ്തിട്ട് തന്നെ ആവുന്നുണ്ട്. അപ്പം എല്ലാവരും ചെറിയ കഷ്ണം ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കടയൊക്കെ വേണമെങ്കിൽ അടുത്തുള്ളവർ ഫാമിലി അടുത്തുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വയനാട്ടിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കടകളെ കഷ്ണങ്ങളൊക്കെ തരാം. കൊണ്ടുപോയി നട്ടോളി. നല്ല വെള്ളമുള്ള സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ കഴുകുന്ന വെള്ളമൊക്കെ ഒഴിവാക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടാവുമല്ലോ, പാത്രം കഴുകുന്ന വെള്ളമൊക്കെ ഒഴിവാക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു കട നട്ട് കഴിഞ്ഞാൽ നമ്മളെ വീട്ടാവശ്യത്തിന് ഏലം ഇഷ്ടം പോലെ കിട്ടും. അപ്പം എല്ലാവരും ഏലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കടയിൽ നിന്ന് വലിയ എത്ര വില കൂടിയാലും പേടിക്കൊന്നും വേണ്ട. നമ്മളെ ആവശ്യത്തിന് ഏലം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത്രയുള്ള ഈ വീഡിയോയിൽ. പിന്നെ ഏലത്തിന് നനച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ല. ഞങ്ങൾ പിന്നെ തോട്ടം കാപ്പി നനയ്ക്കുന്നതുകൊണ്ടും സ്പ്രിംഗ്ലറും കാര്യമൊക്കെ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നനവ് ഓൾറെഡി വേനലിൽ കിട്ടുന്നതുകൊണ്ട് ഏലത്തിന് വലിയ ക്ഷീണം വരുന്നില്ല. നനവ് നല്ലതാണ് കേട്ടോ. വേനലൊക്കെ ഏലം നനച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഏലത്തിനൊക്കെ കരിച്ചിൽ വരും നല്ല ചൂടൊക്കെ തട്ടി കഴിഞ്ഞാൽ. പരമാവധി തണുപ്പുള്ള സ്ഥലത്താണ് നടുന്നത്. എന്നാലും അങ്ങനെയാണ് ഞങ്ങൾ നനയ്ക്കുന്നത്. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ലാസ്റ്റ് എനിക്ക് ഓർമ്മ വന്നത്. ഇത്രയുള്ള വീഡിയോ നിർത്തുകയാണെങ്കിൽ എങ്ങനെ കിട്ടി.